ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലെ 1 മുതൽ 4 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ പിതാവേ എന്ന ഏറ്റവും മനോഹരമായ പ്രാർത്ഥന, കർത്തൃപ്രാർത്ഥന, അത് ഈശോ നമ്മളെ ഇന്ന് പഠിപ്പിക്കുകയാണ്. ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന ഭാഗമുണ്ട്, ദൈവത്തിന് നന്ദി പറയുന്ന ഭാവമുണ്ട്, നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഒപ്പം നമ്മുടെ കുറവുകൾ, ബലഹീനതകൾ അത് ഏറ്റുപറയുന്ന ഭാഗമുണ്ട്. ഈ സുന്ദരമായ മനോഹരമായ പ്രാർത്ഥന എത്രയോ ആവർത്തി അനുദിനമെന്നോണം ഉരുവിടുന്നവരാണ് നമ്മൾ. ഈ പ്രാർത്ഥനയുടെ ഇടയിൽ, വാക്കുകൾക്കിടയിൽ തമ്പുരാൻ വളരെ ബോധപൂർവം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. പഴയ ഒരു ഭാഷാന്തരത്തിൻ്റെ പേരിൽ നമ്മളൊക്കെ കാണാതെ പഠിച്ചു വച്ചിരിക്കുന്ന സ്വർഗസ്നാപിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ പലരും ആവർത്തിക്കുന്നത് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എന്നൊക്കെയാണ്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാസ്റ്റ് ടെൻസാണ്. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഓരോ ക്രിസ്ത്യാനിക്കും സാധിക്കണം. ക്ഷമിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ ഒരു ജാമ്യമെടുക്കലിൻ്റെ പ്രസക്തി അവിടെയുണ്ട്. കർത്താവെ, ഇതുവരെ ഞാൻ ക്ഷമിച്ചിട്ടില്ല, ഇപ്പോൾ ക്ഷമിച്ചോളാം, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് സൗകര്യം പോലെ ഞങ്ങൾ ക്ഷമിച്ചോളാം. ഇതല്ല. കൃത്യമായി ഈശോ പഠിപ്പിക്കുന്നു, തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുക തന്നെ വേണം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം എന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ ഈശോയാണ് കൃത്യമായിട്ട് ഈ പ്രാർത്ഥനയുടെ വരികൾക്കിടയിൽ ഈ വാക്കുകളിൽ ചേർത്ത് വച്ചിരിക്കുന്നത്. ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്, പ്രിയപ്പെട്ടവരെ. നമ്മുടെ മനസ്സിൽ വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും സൂക്ഷിച്ചുകൊണ്ട് മത്തായി സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടല്ലോ, നീ ബലിവസ്തുവുമായി ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവനുമായി രമ്യപ്പെട്ടിട്ട് തിരിച്ചു വന്ന് ബലിയർപ്പിക്കണം. ഇതേ വാക്കുകളാണ് ഈശോ ആവർത്തിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ. വെറുപ്പിനും വൈരാഗ്യത്തിനും ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അർത്ഥമില്ലെന്നും സ്ഥാനമില്ലെന്നും നമ്മളെ ഓർമ്മിപ്പിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു വെക്കുകയാണ്, ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണം. വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു നിഷേധാത്മകമായ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ, നെഗറ്റീവ് ഇംപ്രഷനിലൂടെ ചിന്തിക്കുമ്പോൾ ഇതിന് മറുവാക്ക് പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? കർത്താവെ, ഞങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാത്തത് കൊണ്ട് നീ ഞങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കണ്ട എന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം നമ്മൾ തന്നെ ഊറ്റിക്കളയുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലത്തിന് നമ്മൾ അവകാശികളല്ലാതെയായി മാറുന്നു. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചു എന്ന് പറയാനുള്ള ആർജവത്വമുള്ളവന് മാത്രമേ ഈ പ്രാർത്ഥന ഉറക്കച്ചൊല്ലാൻ അവകാശമുള്ളൂ. അങ്ങനെ പറഞ്ഞവനെ മാത്രമേ ദൈവം അനുഗ്രഹിക്കൂ, അവനെ ദൈവം ക്ഷമ കൊടുക്കുകയുള്ളൂ. നമ്മൾ ദൈവത്തിനെതിരെയും മറ്റുള്ളവർക്കെതിരെയും ഒക്കെ തെറ്റുകൾ ചെയ്യുമ്പോൾ ദൈവം നമ്മോട് ക്ഷമിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ഞങ്ങൾ ക്ഷമിച്ചു എന്ന ഉറപ്പാണ്. ആ ഉറപ്പ് നമുക്കുണ്ടാകണം, പ്രിയപ്പെട്ടവരെ. മാർജിനിട്ട് ഞാൻ മാറ്റി നിർത്തിയിരിക്കുന്ന എത്രയോ പേരുകളുണ്ട്. അത് ഇടവകയിലായിരിക്കാം,
കുടുംബത്തിലായിരിക്കാം, സമൂഹത്തിലായിരിക്കാം, ആരോടെയോ ഒക്കെ പേരുകൾ നമ്മുടെ മുമ്പിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. ചില പേരുകൾ നമ്മുടെ മുമ്പിൽ നൊമ്പരവും വേദനയും ഉളവാക്കുന്നുണ്ട്. ചിലരോടെങ്കിലും പകയും തീർത്താ തീരാത്ത വെറുപ്പും നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മൾ പള്ളിയിൽ വരുന്നു, എന്നിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. അത് പാടില്ലെന്നാണ് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗൗരവത്തിൽ ഈ പ്രമേയത്തിൻ്റെ പൊരുൾ ഉൾക്കൊള്ളാൻ, എന്നും ആവർത്തിക്കുന്ന ഈ പ്രാർത്ഥനയുടെ പുണ്യം നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ ക്ഷമിച്ചേ തീരൂ എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് മടങ്ങി വരാൻ ഈശോ നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും